ഹലോ കുഞ്ഞു കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളെ പോലെ ഒരു കുട്ടി നിക്കിന്റെ കഥയാണ്. നിക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുന്നേ രാവിലെ എണീറ്റ് ആദ്യം പോകുന്നത് പള്ളിയിലേക്കാണ്. നേരെ അവൻ പള്ളിയിൽ ചെന്നിട്ട് എന്തൊക്കെയോ ഒക്കെ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തിരികെ വരും. ഇതെല്ലാ ദിവസവും റിപ്പീറ്റ് എഴുതുന്ന കണ്ടപ്പോ നമ്മുടെ പള്ളിയിലെ അച്ഛൻ ഒരു ദിവസം നമ്മുടെ കുട്ടി നിക്കിനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിക്കേ മോനെ, നീ എന്തോ എല്ലാ ദിവസവും വന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നത്? നീ അധികം സമയമൊന്നും എടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ വളരെ പെട്ടെന്ന് വരും, നീ വളരെ പെട്ടെന്ന് പോകും. അപ്പൊ നീ എന്തോ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ നമ്മുടെ കുട്ടനിക്ക് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്നെ പ്രാർത്ഥനയൊന്നും പഠിപ്പിക്കാനോ ഒന്നും ആരും എനിക്കില്ല. എനിക്ക് വലിയ വാക്കുകളോ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരും. എന്റെ ദൈവത്തിന് മുന്നേ മുട്ടുകുത്തിയിട്ട് ഞാൻ ദൈവത്തോട് പറയും, ഹലോ ദൈവമേ, ഇത് ഞാനാ നിക്ക്. ഇത് പറയും, ഞാൻ തിരികെ സ്കൂളിലേക്ക് പോകും. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തോണ്ടേയിരുന്നു വീണ്ടും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കുട്ടനിക്ക് സ്കൂളിൽ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റിൽ പെട്ടുപോയി. അയ്യോ, പാവം നിക്കിന് അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ഒന്നുമില്ലല്ലോ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ ആരോ ഒരാൾ നിക്കിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. സോ നമ്മുടെ നിക്ക് ബോധം വന്നപ്പോ നഴ്സിനോട് ചോദിച്ചു, നഴ്സ് ചേച്ചി, എന്നെ ആരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് അറിയാമോ? അപ്പൊ നമ്മുടെ നഴ്സ് ചേച്ചി കുട്ടനിക്കിനോട് പറഞ്ഞു, എനിക്കും അറിയില്ല മോനെ, പക്ഷെ നിന്നോട് വളരെ സ്നേഹമുള്ള ഒരാളാണ് നിന്നെ എന്തായാലും ഇവിടെ എത്തിച്ചത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. നമ്മുടെ വിസിറ്റിംഗ് ടൈമായി പേഷ്യൻസിനുള്ള. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടനിക്കിനെ കാണാൻ ഒരാള് വാതില് തുറന്ന് വരികയാണ്. എനിക്കങ്ങനെ അദ്ദേഹത്തെ നോക്കി നിന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങളാണോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്? അയാൾ വളരെ സൗമ്യമായി നിക്കിനെ കുറെ അധികം നേരം നോക്കി നിന്നിട്ട് നിക്കിനോട് പറഞ്ഞു, അതേ മോനെ, ഞാനാണ് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പൊ നിക്ക് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്നെ എങ്ങനെ അറിയാം? അപ്പോ നിക്കിനോട് ഇദ്ദേഹം പറഞ്ഞു, നീ എന്നെ എല്ലാ ദിവസവും കാണാൻ വരാറുണ്ടല്ലോ. നിക്കിന് വീണ്ടും അത്ഭുതമായി. നിക്ക് അങ്ങനെ ആരെയും കാണാനായിട്ട് എല്ലാ ദിവസവും പോകാറില്ല. അപ്പൊ നിക്ക് ചോദിച്ചു, ഞാൻ അങ്ങനെ ആരെയും കാണാൻ വരാറില്ലല്ലോ, നിങ്ങൾ ആരാണ് അപ്പൊ ശരിക്കും? അപ്പൊ കുറച്ചു നേരം നിക്കിനെ നോക്കി പുഞ്ചിരിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഹലോ നിക്ക്, ഇത് ഞാനാണ് ദൈവം. എങ്ങനെയുണ്ടല്ലേ? കഥ ഇഷ്ടമായോ? ഇതൊരു ഇംഗ്ലീഷ് സ്റ്റോറിയാണ്. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. നമുക്ക് പ്രെയർ അറിയണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ബാക്കി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല, വലിയ വലിയ വേർഡ്സ് ഒന്നും അറിയില്ല. ബട്ട് അതൊന്നും കൊണ്ട് വേറെ ആവേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇതുകൊണ്ട് നിക്ക് ചെയ്യുന്നോട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഏത് ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്നിട്ട് പറയുക, ഹലോ ദൈവമേ, ഇന്ന് ഞാനാ, എന്നിട്ട് നിങ്ങളുടെ പേര് പറയുക. ദൈവം കേട്ടിരിക്കും. അപ്പൊ അടുത്തൊരു കഥയായിട്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥയായിട്ട് കാണുന്നത് വരേക്കും എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ബൈ ബൈ.